ഹലോ ഫ്രണ്ട്സ്, MK ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ മോഡി കെയറിൻ്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റായ സ്റ്റീവിയ അഥവാ മധുര തുളസി ഇവയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് മധുര തുളസി. ഇത് ഉണക്കി പൊടിച്ച് സംസ്കരിച്ചാണ് നമുക്ക് കിട്ടുന്ന സ്റ്റീവിയ പൗഡർ അഥവാ മധുര തുളസി. മധുര തുളസിയുടെ ഒരു ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മധുര തുളസി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. കേരളത്തിലും കൃഷി ചെയ്യാം. എന്നാൽ മഴക്കാലത്ത് മഴ കൊള്ളാതെ UV ഷീറ്റിനടിയിൽ വേണം കൃഷി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇല നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വേരുകളാണ് കൃഷി ചെയ്യാനെടുക്കുന്നത്. ഇത് വിളവെടുക്കുന്നത് ഇതിന് ഒരു തരത്തിലുള്ള വെളുത്ത പൂടലുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇത് വിളവെടുക്കുന്നത്. ഇന്ത്യയിൽ ഇത് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ അനുമതി ഈ അടുത്ത കാലത്താണ് കിട്ടിയത്. മറ്റു രാജ്യങ്ങളിലടക്കം ഇത് നേരത്തെ ഉപയോഗിക്കാമായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരക്കാരനായി മറ്റൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് പഞ്ചസാരയുടെ പ്രൊഡക്ഷനെ ബാധിക്കും എന്നതുകൊണ്ടാണ് ഇതിന് അനുമതി നൽകാൻ വൈകിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മധുര തുളസി പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ബിസ്ക്കറ്റുകൾ, മിഠായികൾ, ബിയർ തുടങ്ങിയ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് ഇതിനുള്ളത്. BP, ഷുഗർ, താരൻ, മുഖക്കുരു തുടങ്ങിയവയ്ക്ക് മധുര തുളസി വളരെ നല്ലതാണ്. മധുര തുളസിയിൽ അടങ്ങിയിട്ടുള്ള സ്റ്റീവിയോൾ ഗ്ലൈക്കോസൈഡ് എന്ന ഒരു തരം സംയുക്തമാണ് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഇതാണ് മോഡി കെയറിൻ്റെ ഓൾ നാച്ചുറൽ സ്റ്റീവിയ പൗഡർ. പിന്നെ ഇതിൻ്റെ താഴത്ത് കലോറി ഫ്രീ സ്വീറ്റ്നർ എന്നാണ്. ഇനി ഇതിൻ്റെ മറുഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ കലോറീസ് എത്രയാണെന്ന് വെച്ചാൽ 0.027, ഫാറ്റ് തീരെയില്ല, കാർബോഹൈഡ്രേറ്റ് 0.0078 ഗ്രാം, അതേപോലെ തന്നെ ഷുഗർ തീരെ കാണിക്കുന്നില്ല, പ്രോട്ടീനും തീരെയില്ല. പിന്നെ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് 200 ഗ്രാം ആണ്. വില 465. മോഡി കെയറിൻ്റെ കൺസൾട്ടൻ്റ് ആവുകയാണെങ്കിൽ ഇതിലും കുറഞ്ഞ റേറ്റിന് കിട്ടുന്നതാണ്. കൂടാതെ മറ്റ് പല ഓഫറുകളും കിട്ടും. ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലോ അതുപോലെ തന്നെ മോഡി കെയറിൻ്റെ കൺസൾട്ടൻ്റ് ആവാൻ താല്പര്യമുണ്ടെങ്കിലോ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. സ്റ്റീവിയ പൗഡർ ചായയിൽ വളരെ കുറച്ച്, അതായത് ഒരു സ്പൂണ് മാത്രം എടുത്താൽ മതിയാവും. ഇത് സാധാരണ ഷുഗറിൻ്റെ 30 ഇരട്ടി മധുരം ഉള്ളതിനാൽ വളരെ കുറച്ച് മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.